സംസാരിച്ചു അല്ലേ? ഞാനിരിക്കെ അടുത്തിരിക്കെ ഈ മോള് വിളിച്ചിട്ട് സുധി സംസാരിച്ചു. സുധി ഈ കുട്ടിയോട് പറഞ്ഞു ചേച്ചി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല, ഡബ് ചെയ്യാൻ സമയത്ത് സുധി ലോകത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ സുധി മരിച്ചപ്പോൾ കാണാൻ പോയില്ല. കാരണം സുധി പറഞ്ഞ കുറേ സങ്കടങ്ങൾ, സുധി കളിച്ച കുറേ കോമഡികൾ, സുധി സ്നേഹത്തോടെ പറഞ്ഞ കുറേ വാക്കുകൾ ഹൃദയത്തിലുണ്ട്. ഇനി ആ മരിച്ചു കിടക്കുന്നത് കാണാൻ വയ്യ എന്ന് കരുതി ഞാൻ പോയില്ല. പക്ഷെ ഡബ് ചെയ്യാൻ പോയ സ്ഥലത്ത് സുധിക്ക് വേണ്ടി വേറൊരാൾ ഡബ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു. സുധി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം നമ്മളോട് പറയുമായിരുന്നു എന്നൊരു സങ്കടം. പക്ഷേ ഇന്ന് ഞാൻ സുധിയോടാണ് സംസാരിക്കുന്നത്. സുധി അതിനുശേഷം ഇന്ന് സുധിയുടെ ഭാര്യ നല്ലൊരു ലെവലില് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി. അസൂയക്കാർ പലതും പറയും, അതൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഇങ്ങനെ പലതും കേൾക്കും. ഇപ്പം സിനിമ സീരിയൽ നടിമാരെ പറ്റി പലതും പറയുമ്പോൾ ഇപ്പൊ മനസ്സിലായില്ലേ ലോകം എന്താണ് പറയുന്നത്, സത്യം എന്താണെന്ന് അനുഭവിക്കുന്ന നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നീ ഒരു കാര്യം മാത്രം ചെയ്യണം. എനിക്ക് നിന്നോട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം, ദേഷ്യപ്പെട്ട ആരോടും പറയണ്ട. ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്, വേണ്ട. നിന്നെ പറ്റി ആരെന്ത് പറയുമ്പോൾ നീ പറയേണ്ടത്, എൻ്റെ പൊന്നു മോനെ ഞാൻ ജീവിക്കാൻ ഇതൊക്കെ അഭിനയിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന്